ഹലോ ഗായ്സ്, ഞാൻ എല്ലാ കൂട്ടുകാർക്കും സോങ് കാസ്റ്റിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇത്തിരി മുമ്പ് കണ്ടില്ലേ, ആ കണ്ണാണിത്. ഫൺ കണ്ണെന്നൊക്കെ പറയാം, സംഭവം പൊളി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ എന്നെ വിളിച്ചേക്കുക. അപ്പോൾ ആൾക്കാർ വീഡിയോയിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ആദ്യം ഇതുകൂട്ടൊരു ബോട്ടിൽ, പഴയ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബോട്ടിൽ ആവശ്യമാണ്. അത് ഇതുപോലെ കട്ടർ ഉപയോഗിച്ച് ആ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടിയിൽ കുറച്ച് ഭാഗം ഇരിക്കുന്നുണ്ടാവും. അത് ഇതുപോലെ സാൻഡ് പേപ്പർ അല്ല നമ്മൾ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് അതൊന്ന് അരച്ചാൽ കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒന്നല്ല രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷത്തെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ആ രണ്ടടുപ്പ് കൂടി അതൊന്ന് ഒട്ടിക്കണം. ഇതുപോലെ അതങ്ങ് ടൈറ്റായിട്ട് അങ്ങ് ഒട്ടിച്ചേരാം, ഒരേ എയർ പോലും കടക്കാതെ. ഇനിയിപ്പോൾ നമ്മളിത് ഇവിടെ ചെറിയ പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പെന്നിൻ്റെ ബോഡി കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതൊന്ന് സെൻട്രലായിട്ട് ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പം അതിനായിട്ട് ചെറിയൊരു ഹോൾ ഇടണം. ഹോളിട്ടതിന് ശേഷം അത് ഇതുപോലെ അതങ്ങ് പിടിപ്പിക്കും അവിടെ. അപ്പോൾ അതായത് നമ്മൾ അത് ഒട്ടിച്ചതിന് ശേഷം ഇത് തൊട്ട് അത് LED നീഡിലെടുക്കുക. അപ്പോൾ അത് ചൂടാക്കുക കേട്ടോ. അത് ചൂടാക്കിയതിന് ശേഷം അത് ഇതുപോലെ അത് അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റി ഇട്ടേരാം. അത് സെൻട്രലായിട്ട് അതങ്ങ് കയറ്റി വിട്ടേരാം. അതിനുശേഷം ഇതുപോലെ ബാലൻസ് തന്നെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഒരു കട്ടർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതുണ്ടോ ഗൈസ്, ഇത് ഇതുപോലെ തന്നെ സെൻട്രലായിട്ട് വന്ന് നിൽക്കണം. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് പെല്ലറ്റ് ഇടുമ്പോൾ അത് താഴേക്ക് ചാടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതുകൂടെ ഒരു പഴയ ലാമ്പ് എടുക്കുക. ലാമ്പ് എടുത്തിട്ട് അതിൻ്റെ ആ ബോഡി അങ്ങ് അഴിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളതെല്ലാം അഴിച്ചെടുത്തതിന് ശേഷം ഇതുകൂട്ടൊരു സാധനം അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ നമുക്കിതാണ് ആവശ്യം. അപ്പോൾ നമ്മളൊന്ന് പുറത്തെടുക്കുക. അപ്പോൾ അത് പുറത്തെടുത്തിട്ട് അതിൻ്റെ വയറിൻ്റെ മേളിലെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞേരെ, അതായത് ആ ഇൻസുലേഷൻ കട്ട് ചെയ്ത് കളഞ്ഞേരെ. ഇപ്പോൾ ഇൻസുലേഷനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് പിടിപ്പിക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇടുക സൈഡിലായിട്ട്, അതായത് അതിൻ്റെ മെറ്റലിൻ്റെ ഭാഗം ഫുള്ളായിട്ട് കിടക്കാൻ പാകത്തിന് ഒരു ഹോള്. ഹോളിട്ടതിന് ശേഷം ഇതുപോലെ അതിൻ്റെ മെറ്റൽ ഭാഗം അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് കൊടുത്തേരെ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ അതിരിക്കണം. ഇനിയിപ്പം ഒരു പിന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ നമുക്കൊരു ഹോളുണ്ട്. അപ്പോൾ അതെവിടെ പിന്ന് ചൂടാക്കുക. അത്ര വലുപ്പത്തിലൊരു ചെറിയ ഹോള് മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചെറിയ ഹോൾ അതങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മളത് പിന്ന് വെച്ച് അതൊന്ന് തൊഴിലിട്ട് ശേഷം ഈ വയർ അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുത്തരാം. അപ്പോൾ നമ്മുടെ ഏകദേശം പരിപാടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് അതൊന്ന് ഫുൾ ഒട്ടിച്ച് കൊടുത്തരാം. അതായത് അന്ന് ഇളകി പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഫൺ കണ്ട് പരിപാടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേ നമ്മുടെ കൈ വേദന എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണ് വെച്ച് നമ്മുടെ ലാമ്പിൻ്റെ ആ നെക്കടെ ഭാഗത്തെ അടപ്പുണ്ടാവുമല്ലോ, അതങ്ങ് അതിലേക്ക് അങ്ങ് ഒട്ടിച്ച് വയ്ക്കുക. അത് നമ്മുടെ കണ്ണിൻ്റെ പരിപാടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് നമ്മുടെ പഴയ ടോയ് ഗണ്ണിൻ്റെ ബോളില്ലേ, അതാണ് നമ്മൾ ഇതിൻ്റെ ബുള്ളറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് റോളാക്കി അതിൻ്റെ അകത്തേക്ക് ടൈറ്റായിട്ട് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തേരെ. ഇതിലിപ്പോൾ ഒരു റീഫിൽ ഇറക്കിലെടുത്ത് അത് അതിൻ്റെ അകത്തേക്ക് അങ്ങ് തള്ളി വെച്ച് കൊടുത്തേ, നല്ല ടൈറ്റായിട്ട് തന്നെ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പുറകിലത്തെ അടപ്പങ്ങ് ഊരുക. ആ അടപ്പ് ഊരിയതിന് ശേഷം നമ്മളെ വീട്ടിലടിക്കുന്ന സാധാ ബോഡി സ്പ്രേ ഉണ്ടാവുമല്ലോ, ആ ബോഡി സ്പ്രേ അതിൻ്റെ അകത്തേക്ക് ഒന്ന് സ്പ്രേ ചെയ്യുക. ഒരു തവണ മതി കേട്ടോ. അതിട്ട് ആ അടപ്പൊന്ന് ഫുള്ളായിട്ട് നല്ല ടൈറ്റായിട്ട് അങ്ങ് അടച്ചു വെച്ചേരെ. ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പരിപാടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് എയിം ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എങ്ങനെ എയിം ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ആ സ്വിച്ച് പിടിച്ചൊന്ന് ഞെക്കിയാൽ മതി. അപ്പോൾ അതൊരു സംഭവം കിടക്കിയിട്ടുണ്ട് ഗൈസ്, കൊള്ളാം, പൊളി പറയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ
അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് നല്ല കിട്ടിക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പോൾ ബൈ ഗൈസ്.